എപ്പ തുടങ്ങിയതാ? എന്തെങ്കിലും ഒന്ന് വന്ന് കഴിച്ചൂടെ? ഞോള വക കഴിപ്പിക്കേ. ഒരു സർവീസ് ഇപ്പൊ കഴിഞ്ഞല്ലോ, ഒന്ന് അവിടെ എവിടെയെങ്കിലും വെറുതെ ഇരുന്നൂടെ? എന്റെ പാട് നോക്കി പോടാ. എന്റെ 10 രൂപ ചാക്കിന്റെ പൈസ കയ്യിൽ കെട്ടി തൂക്കിയേക്കുന്നത്. ആരോടാ പറയുന്ന മോനെ? പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് അനുസരിക്കണ്ടേ? നല്ല ടീമാ എല്ലാരും. എന്റെ എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുക, അടുത്ത പരിപാടി ഒപ്പിക്കാൻ. അതിന് എന്റെ ക്ഷേമ പെൻഷൻ അല്ലടാ വാങ്ങുന്നത്. അതെ, ആശുപത്രി ചെലവ് കഴിഞ്ഞ് ബാക്കി ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അത് പറയുന്ന യുവാ നോക്ക്. വന്നിട്ടാണേ. കൂലിന്റെ കാര്യല്ലേ, അത് കുഴപ്പമില്ലടാ. കഴിഞ്ഞ പ്രാവശ്യത്തോട് കണക്കാക്കി ഞാൻ തേങ്ങ എടുത്തിന്. മോനെ, ഈ പോയി വരുമ്പോ ഇത്തിരി വെറ്റിലയും പുകയിലും കൊണ്ടുവരണേ. ഒക്കെ തീർന്നില്ല. ഓക്കെ. ഇതിന്റെ മുകളിൽ കേറിണ്ടായിരുന്നില്ല? അതെന്താ അതിനത്? ഈമലി ഞാൻ കേറിയാണല്ലോ. അല്ല, എന്റെ ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് തേങ്ങയ്ക്ക് സ്ഥലം മാറിയായിരിക്കും. ഓറ് വരുന്നുണ്ട്. ഇതൊന്ന് ശരിയാക്കി വെക്കണേ ദിനേശ്. അപ്പൊ എന്താ സംഭവം വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അദാലത്ത് കടന്നേ നിങ്ങൾ അടയ്ക്കാണ്ട് കൂടിയിട്ട് എത്രയായത്? ടെൻഷൻ അടിക്കണ്ട, എന്നാ വേഗം പൈസ എടുത്തോളി. ബിനോയെ ഒരു 13 ലക്ഷം റുപ്യ വരാനുണ്ട്. നീ പോകൂലേ? ശരി ദിനേശ, നിന്റെ ലോണൊക്കെ ഞാൻ പാസ്സാക്കിയതാ. പക്ഷേ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തപ്പോ ഒരു ഒബ്ജക്ഷൻ. എന്ത് ഒബ്ജക്ഷൻ? അതായത് ചേക്കൂട്ടിന്റെ പേരിലാണല്ലോ എന്റെ സ്ഥലം ഉള്ളത്. പക്ഷെ നിനക്ക് സ്ഥലം തന്നത് ദാമോദരനാണല്ലോ. അല്ല, ഈ ചേക്കുട്ടിയുടെ മോനാണ്. അതെ, എനിക്കറിയാം. ഈ അനന്തരാവകാശിയാണ് ദാമോദരൻ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാണ് വക്കീൽ എഴുതിയത്. ഒരു കാര്യം ചെയ്യും, നിന്റെ പ്രശ്നമൊക്കെ എനിക്കറിയാം. അതെ, സഹകരണ വകുപ്പില് അഴിമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോ. അതുകൊണ്ട് അത് എടുക്കാണ്ട് പറ്റില്ല. എന്തായാലും ശരിയാക്കാം. എന്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. നമുക്ക് ശരിയാക്കാം. പോട് 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 പോട്. ആയിക്കോട്ടെ. പാർട്ടിന്റെ രംഗാന്ന് വിചാരിച്ചത് കൈ കൊടുക്കാൻ പറ്റൂ? എന്നായത് രാമാ, ഇതാ സൊസൈറ്റിയിൽ കൊടുക്കുക. ശരി സാർ. എന്തേ ടീച്ചർ എന്തിനാ എന്നോട് പണങ്ങി നടക്കുന്നത്? ഞാൻ ടീച്ചറോട് ഒരു കാര്യം ചോദിച്ചു, ടീച്ചർ അതെനിക്ക് തന്നില്ല. അപ്പൊ കിട്ടാത്ത ഞാനല്ലേ പണങ്ങേണ്ടത് അല്ലേ? ദിനേശ ഇരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഞാനെന്താ കുറിക്കല്യാണത്തിന് കുറ്റി അഴിച്ചിരിക്കുക. ഇത് പിടിക്ക്, നീ വരണേ. എന്റെ ഞാൻ വലിയൊരു എമൗണ്ട് പ്രതീക്ഷിക്കണേ. നന്നായി. ഞാൻ തന്നെ ലോൺ കിട്ടാനായിട്ട് വീട് പണി നിർത്തി വെച്ചിരിക്കുക. കുറിക്കല്യാണം മാഷിന് എന്റെ ഈ ജോലി ഒന്ന് സ്ഥിരാക്കി തന്നൂടെ? പിന്നെ പെൻഡിങ് സാലറിയും കൂടെ എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് ആ വീട് പണി രണ്ടാമത് തുടങ്ങാം. സാറിന് എന്തെങ്കിലും കമ്മീഷൻ വേണം? ഞാൻ ശരിയാക്കി തരാം. എടോ, ഞാനിവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തീരുമാനം ഉണ്ടാവുന്നത് തിരുവനന്തപുരം ഡയറക്ടറേറ്റ്. നമ്മുടെ സ്കൂള് പാർട്ടി നടത്തുന്ന ഒരു സ്കൂളല്ലേ, താൻ ആ വഴിക്കൊന്ന് ശ്രമിക്കേ. പക്ഷെ പിന്നെ വൈകുന്നേരം എനിക്കൊരു ചെറിയ പരിപാടി കവലയിലുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, തെരുവ് നാടകം, പെണ്ണ് കാണല്, വീട് പണി. ദിനേശ, ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലാസ്സിൽ കയറിയ നന്നാവൂട്ടാ. നാളെ എന്തായാലും ഞാൻ വരാം സാർ. ബാഗ് എടുക്കട്ടെ. ഒരു 250 കോട്ടപ്പയർ. ലെനിൻ്റെയും മാക്സിൻ്റെയും പാതയിൽ ജീവിക്കുന്ന അടിയുറച്ച സഖാവിന് അതേ പാത പിന്തുടരുന്ന യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ അർജന്റായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ. ഈ അർജന്റായിട്ട് എന്നുള്ളത് വേണോ? എടോ, എനിക്ക് അർജന്റായിട്ട് ഒരു കല്യാണം വേണോ? പറഞ്ഞാട് ചെയ്താൽ മതി. എന്നാ അതിന്റെ കൂടെ പാർട്ടിന്റെ ചിഹ്നം കൂടി ഞാൻ
ഞാൻ കുറച്ച് സിംപിൾസിറ്റി അവതരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ പോലെ ചെയ്താൽ മതി. ഇതെന്താണ് ഇത്? ഇത് ഇന്നലെ ചെറിയൊരു നോർത്ത് കൊറിയൻ സാധനം പരീക്ഷിച്ച ചേച്ചി. ഇത് നോർത്ത് കൊറിയൻ സാധനം വേറെ എന്തെങ്കിലും കയ്യിലുണ്ടാ? ഒന്നുമില്ല ചേച്ചി. പിന്നെന്താ? പോക്കറ്റിലെന്താ? പോക്കറ്റിലെന്താ? കൈ മാറ്റണം. ഇതെന്താടാ ഇത്? അതൊരു ഓലപ്പടക്കല്ലേ ചേച്ചി. കരച്ചിൽ നിർത്തടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇമാരി പൊട്ടണ സാധനം കൊണ്ട് ഇതിനകത്ത് കയറായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? പോടാ, പോയി കളഞ്ഞിട്ട് പോടാ. പോടാ, പോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കേരളകുമാരന്റെ ബ്രാക്കറ്റിൽ കേക്കാണ് ഇത്. ഇങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ട്. അയ്യോ ഓടിക്കോ. അത് ശരി, നിങ്ങളുടെ തിരക്കാക്കില കണ്ടപ്പോ ഞാൻ വിചാരിച്ചൂടെ സെറ്റ് ആയിരിക്കുന്നു. ഗിരിയോടെ ഗിരിയേട്ടൻ വന്നോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് പോണോ? ആ എടുക്ക് ചേച്ചിയെ. ഇതെങ്ങനുണ്ട്? നന്നായിണ്ട്. പ്രാവശ്യം ശരിയാവുന്നാണ് എന്റെ വിചാരം. നല്ലതാണ് ആ വിചാരം. അതെ, ഈ വാങ്ങിക്കുന്നൊക്കെ എപ്പോ തിരിച്ചു തരാനാ പ്ലാൻ? വെറുപ്പിക്കലടി, ഞാൻ തരാം. ആ, ഈ ചോദിക്കുമ്പോ എടുത്തു തരുന്നതേ കല്യാണത്തിന് വെച്ചിരിക്കുന്ന കാശാണ്. അങ്ങനെ നിന്റെ കല്യാണം മുടങ്ങി പോണ ഞാൻ കിട്ടിയാ പോരെ? എടാ, ഈ നാളെങ്കിലും പണിക്കാളെ വിടുവോ? എനിക്ക് ദൂരം നേരിട്ട് വാങ്ങിയാൽ പോരേനു. 5 ലക്ഷം തന്നാ മതിയാ, പെട്ടെന്ന് വിടുന്ന് പറഞ്ഞാല് വിടാ. അമ്മേ, ദേ അച്ഛൻ. ഗിരി, നീ ഒന്ന് ശ്രദ്ധിക്കണം. പണ്ടായതാർക്കും പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞു ഇത്ര നേരായെന്ന് കാത്തിക്കന്. ഞാൻ പെണ്ണ് വേറെ ആരെയും കെട്ടിപ്പോയിണ്ടാവും. വണ്ടി പൈസ കൊടുക്കണ്ടല്ലോ. ഒരു മിനിറ്റ്, ഇനി ഒരു മിനിറ്റോ? എനിക്ക് വല്ലാണ്ട് ഇരിക്കില്ല കേട്ടോ. എനിക്കത് തമാശയായിട്ട് തോന്നില്ല. ഇതെന്താ ഗിരിയേട്ടാ ഇത്? അതേതാ കമ്പൈമിലാറ്റം കൊളുത്തിയതാ. ഞാനല്ല, ഇന്ന് സജിയ കൂടെ പോണ്ട്. ഗിരിനെങ്ങനെ ഒറ്റക്ക് വിടരുന്ന് പറഞ്ഞിട്ടല്ലേ? സജി അല്ലെങ്കിൽ കേക്ക് കൂടെ പോണെന്നല്ല പാർട്ടിയുടെ നിർദ്ദേശം. വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഓനെ എങ്ങനെ വെറുതെ ചീത്ത പറയണ്ട. കൈ പൊള്ളിയോണ്ട് ഞാനാ പറഞ്ഞു പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. എവിടെ നോക്കട്ടെ. ചേട്ടാ, എന്റെ മുതലാളി ഇവിടെ ഉണ്ടോ? ആ മുതലാളി, നമ്മുടെ സൈറ്റിലെ പണിയുടെ വർക്ക് സൈഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആടെ വന്നിട്ട് പറയാ. നീ എന്താ ഇവിടെ? ആ സൈറ്റിൽ ഞാൻ ഇനി പോകുന്നില്ല മുതലാളി, പോകുന്നില്ല. എന്താ? രാവിലെ എണീക്കണം, കുളിക്കണം, പല്ല് തേക്കണം, ഇതൊക്കെ എനിക്ക് അലർജിയാണ്. ആ ഞാനേ ചോട്ടുക്കൂനെ കൂടി വിളിക്കട്ടെ. ചോട്ടുവിനെ കൂട്ടി പോകാൻ പറ്റിയൊരു വർക്കല്ല അത്. നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. മുതലാളി 2-3 മാസത്തെ പൈസ എനിക്ക് ബാലൻസ് ഉണ്ട്. പൈസ തേട്ടോ, പൈസ എടുക്ക്. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ വാങ്ങണ്ടല്ലോ. എന്താണ് മുതലാളി, 3 മാസത്തെ പൈസ ആണ് എനിക്ക് ബാലൻസ്. ബാക്കി തേട്ടോ. ഏടാ, 3 മാസത്തെ പൈസ ഞാൻ കേരളത്തിലേക്ക് അയച്ചില്ലേ? അവിടെ പൈസ നെയ്യായ ട്രെയിന് കയറി അവിടെ എത്തണ്ടേ? ശരിട്ടാ, അങ്ങനെയാണെങ്കിൽ മാക്സിമം കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. ബംഗാളിനെ പറ്റിച്ചില്ല മുതലാളി. അത് എന്ത് പറഞ്ഞു.
എന്താണ് അവിടെ? ഇതെന്തായിട്ട് കിണറ്റുകരയിൽ ആൾക്കൂട്ടോ? കിണറാണല്ലോ, മനസ്സിലാവില്ലല്ലോ. കിണറാണോ നീ കാണാൻ വന്ന പണ്ട് കിണറ്റി ചാടി. ഇനി എന്റെ ഫോട്ടോ അങ്ങനെ ആ കുട്ടി നേരത്തെ കണ്ടോ? ഒന്നുമില്ല. ഇറങ്ങിറങ്ങൊന്ന് പോയോ? മോളെ നീ വിഷമിക്കാണ്ടിരിക്ക്. അച്ഛൻ ഇപ്പൊ എടുത്ത് ഒന്നും മതി. എന്താ ഇത്? ഇവിടെ ഉണ്ടോ? എന്താ മോളിക്കുട്ടി പിടി. അത് കൂടെ ഇല്ലേ, മോൾ ഉറങ്ങാൻ കൂടി ഇല്ല. അച്ഛാ കേറി ഇങ്ങനെ പേടക്കല്ലേ കളഞ്ഞ് നല്ലോണം പിടിക്കാനല്ലേ ഏടാ നോക്കിയ ഇപ്പല്ലേ മതിൽ പിടിച്ചോ. പെർഫോമൻസ് നല്ല ബംഗാളിയല്ല അച്ഛാ. അയക്ക് എന്തേ കൊടുക്ക്. आपने अच्छा काम किया भाई. ये लो കിട്ടുമ്പോ കിട്ടും. പക്കടോ ഭായ്, എന്റെ പെർഫോമൻസ് അടിപൊളിയായിനി. അപ്പൊ ശരി, കുറച്ച് പണികളുണ്ട്, ഞങ്ങൾ കൊണ്ടുപോവാട്ടോ. നല്ല ബംഗാളി. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 14-ാം വാർഡിലെ 36-42 ബൂത്ത് നമ്പറുകളിൽ പാർട്ടിയുടെ ഉറച്ച 8 വോട്ടുകൾ ആരോ മാറ്റി ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ വേണ്ടതുണ്ട്. അത് പിന്നെ സഖാവ് അവിടെ ഇരിക്ക്. പാർട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഈടെ ചർച്ച ചെയ്യണം, അല്ലാണ്ട് വോട്ട് മാറ്റി ചെയ്യല്ല വേണ്ടത്. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെറുപ്പക്കാരെ പാർട്ടിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണം. ഇന്നെ പോലെ കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാരുടെ നീർന്ന പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടണം. ഒരു കമ്മ്യൂണിസ്റ്റ് മാട്രിമോണിയൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചൈനന്ന് കുറയുന്ന പെണ്ണുങ്ങൾ നടക്കണം. അങ്ങനെയാണെങ്കിൽ പട്ടായെന്ന് കുറച്ച് മുമ്പിലേക്ക് മസാജ് നടക്കല്ലോ. സഖാവ് തൽക്കാലം അവിടെ ഇരിക്കുക. ഈടെ പെണ്ണ് കെട്ടിയൊരു പ്രശ്നം തീരുമാനമാവട്ടെ കേട്ടാ. ഈ പരിപ്പോടൊക്കൊന്നും പണ്ടത്തെ പോലത്തെ ടേസ്റ്റ് ഇല്ലല്ലേ? അപ്പോഴേ ഇപ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പയ്യന്നൂർ നടക്കുന്ന പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് ഞങ്ങള് രണ്ടുപേര് പോകുന്നുണ്ട്. ഇവിടെ ദിനേശ് മാഷും കൂടെ പോട്ടെ, ഏതെങ്കിലും എഴുത്തുകൂത്തിനൊക്കെ വേണ്ടിയിട്ടേ. അല്ല, ദിനേശൻ പോയാലെങ്ങനെയാ? അപ്പൊ നാളെ എസ് എൻ കോളേജിലെ NSS കുട്ടികൾ വരുമ്പോ ഓട്ടോ ആരും നോക്കും? തൽക്കാലം ഇന്ത്യൻ മാനേജ് ചെയ്യ്. ഇരി സജ്ജക്കണ്ടല്ലേ ഇവിടെ. എന്താ ഗിരി? ആയിക്കോട്ടെ. അപ്പൊ തന്നെ പിരിയാം. അപ്പൊ ദിനേശ, നാളെ കാണാം. ഇന്നത്തെ മിനിറ്റ്സ് നീ ഇന്ന് നാളെ പാർട്ടി ഓഫീസിൽ വെച്ചേ കേട്ടാ. നടക്കണം. എടുക്കണോ? ദിനേശേട്ടൻ ലേറ്റ് ആയിന് കുറച്ച്. അല്ല, മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിന്? ഇപ്രാവശ്യം ഇവിടെ തന്നെ ആയിരിക്കും. നമ്മുടെ KVG അല്ലേ ട്രഷർ. അപ്പൊ നമുക്ക് എട്ടയ്ക്ക് പണിയായല്ലോ. ഗിരി അവിടെ വണ്ടി പോണ കണ്ടില്ലല്ലോ. ചിലപ്പോ അവനും കേക്ക് കൂടി വർത്താനം പറഞ്ഞിരിക്കും. എനിക്ക് കുറച്ച് പണിയുണ്ടായിട്ട് ഞാനൊക്കെ പോകുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചരാ. ഇലക്ട്രിക് ബോംബ് നല്ലല്ലേ? നന്നായിണ്ട്. ഇത് പോരാളി ഗ്രൂപ്പിന്റെ നെറ്റിന്ന് നോക്കി കണ്ടു പഠിച്ചതാ. എങ്ങനെ കണ്ടുപോയോ? ഇതെന്താ പെട്ടെന്നൊരു കറണ്ട് പോക്ക്? ഞാൻ ഇലക്ട്രിക് ബോംബ് അവിടെ ചാർജിൽ വെച്ചിനല്ലോ. ഇനിയിപ്പോ അത് വല്ലതാണോ? ഞാനിപ്പോ വരാട്ടോ. ശരി എന്നാ.